മക്കളെല്ലാവരും നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്നതിന് ശേഷം +1 അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും അല്ലേ. ഏത് സ്കൂളിലാണ് സീറ്റ് കിട്ടാന്നൊക്കെ നോക്കി എല്ലാവരും ഫുൾ എക്സൈറ്റ്മെന്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്താണ് മക്കൾ അറിഞ്ഞത് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി +1 മക്കൾക്ക് വേണ്ടിയിട്ട് ബ്രിഡ്ജ് കോഴ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം മുതലേ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും, എന്താണ് ഈ ബ്രിഡ്ജ് കോഴ്സ്, എന്താണ് ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ന്യൂസ് പേപ്പേഴ്സിൽ എന്താണ് വലിയ വലിയ ഷീറ്റിൽ എന്താണ് ഓരോ ഷീറ്റിലും 2 ഷീറ്റിലൊക്കെ ആയിട്ട് നമ്മുടെ ഫുൾ A+ കിട്ടിയ മക്കളുടെ ലിസ്റ്റ് ഇങ്ങനെ കാണാം. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നാട്ടിൽ എവിടെ നോക്കിയാലും ഫ്ലെക്സ് ബോർഡ്സിലായാലും ഫോട്ടോസ് ഉണ്ട്. പക്ഷേ ഈ +1 +2 റിസൾട്ട് വരുമ്പോൾ ആ പടത്തിലുണ്ടായിരുന്ന പകുതി വരെയും നമുക്ക് മിസ്സിംഗ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? അവർ പഠിക്കാത്തതുകൊണ്ടാണോ? അവർ അത്ര നന്നായിട്ട് പഠിച്ചിരുന്നു, ഇപ്പോൾ ഉഴപ്പിപ്പോയി, അതാണോ? ആക്ച്വലി അതാണോ സംഭവിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ 1 to 10 പഠിക്കുന്ന ആ ഒരു സ്കൂൾ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ +1ലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഇത്രയും നാൾ നമ്മൾ പഠിച്ച ഒരു സിലബസോ ഒരു പാറ്റേണോ അല്ല +1ൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പക്ഷെ വാസ്തവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നാൾ നമ്മൾ പഠിച്ചൊരു മാത്സ് ഉണ്ട് അല്ലേ. 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച മാത്സ് നോക്കുമ്പോൾ 8th-ലും 10th-ലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാത്സ് ആയിരുന്നു. പക്ഷേ 9th വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഇതുപോലൊരു ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾ 10th നിന്നും 11th വരുമ്പോൾ കാണാനായിട്ട് പോകുന്നത്. 11th നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത സെറ്റ് തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അറിയാം, എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല, ഫുൾ ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ കൊറോണ ടൈമിലൊക്കെ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് ക്ലാസ്സസ് മിസ്സായപ്പോൾ നമ്മളതൊന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. ഇതേപോലെ ആയിരിക്കും നമ്മുടെ 1 to 10 വരെയുള്ള സ്കൂൾ സിലബസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്കറിയില്ലെങ്കിൽ +1 മാത്സ് ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും പെട്ടുപോകും. കാരണം ക്ലാസ് ടീച്ചർ വന്ന് നമ്മുടെ അടുത്ത് ഇതൊക്കെ നമുക്കറിയാലോ, അതറിയാലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് പേര് കിളി പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. കിളിപ്പോയി ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അതില്ല താനും. കാരണം ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു നാണക്കേടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. കൂട്ടാനും കുറയ്ക്കാനും വെട്ടാനും കുറയ്ക്കാനും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് +1 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാത്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫ്രാക്ഷൻസ് ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തരാനായിട്ട് പോവാണ്. അത് ഈ ഒരു 1 or 2 വീക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്സിൻ്റെ ബേസിക്സ് ഫുൾ സെറ്റാക്കി തരുന്ന കാര്യം നമ്മുടെ എക്സാം വിന്നർ ഫാമിലി ഏറ്റു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെയുള്ള ബേസിക്സിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ മാത്സും അടിപൊളിയായിട്ട് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം.